കോൺഗ്രസ്സുകാർ 100 വീടിന്റെ നിർമ്മാണ പ്രവൃത്തി ഇന്നലെ തുടങ്ങും, ഫൗണ്ടേഷൻ സ്റ്റോൺ ഇന്നലെ ഇടും എന്ന് പറഞ്ഞതാണ്. അവര് കണ്ടെത്തിയിരിക്കുന്ന സ്ഥലം ഏതാണ്? ആ സ്ഥലം പോലും അവർക്ക് കാണിച്ചു തരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. നെബുക്കദ്നസറിന്റെ ഒരു ഹാങ്ങിങ് ഗാർഡൻ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. തൂങ്ങിക്കിടക്കുന്ന, ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന പൂന്തോട്ടം. അങ്ങനെ വല്ല മാജിക്കും കോൺഗ്രസ്സുകാർക്ക് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ആകാശത്ത് തൂങ്ങിക്കിടക്കുന്ന ഗാർഡനെ പോലെ, പൂന്തോട്ടത്തെ പോലെ ഒരു ടൗൺഷിപ്പ്, 100 വീടുകൾ അടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കാൻ, ആകാശത്ത് നിർമ്മിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ടോ എന്നുള്ള വിവരം എനിക്കറിയില്ല. എവിടെ വീട്? ആളുകളുടെ അടുത്ത് നിന്ന് പണം പിരിച്ചിട്ട് അത് മുഴുവൻ മുക്കുന്ന ഇവരെ കുറിച്ച് എന്താ പറയുക? ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം അവർക്ക് ഏറ്റെടുക്കാൻ കഴിയില്ല. അവർ ഏതെങ്കിലും മനുഷ്യന്മാർക്ക് സംഘടിതമായിട്ടുള്ളൊരു ഉപകാരം ചെയ്തതായിട്ട് നമുക്ക് ആർക്കെങ്കിലും അറിയോ? ഈ ചൂരൽമലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് MP-യുടെ സമ്മാനമായിട്ട് കിട്ടിയത് കലണ്ടറാണ്. ഇവിടെ ഒരുക്കി കൊടുക്കുന്ന സൗകര്യം അംഗനവാടി ഉൾപ്പെടെ, ഹോസ്പിറ്റൽ ഉൾപ്പെടെ അവിടെ ഉണ്ടാവണം. അതില്ല എങ്കിൽ ജനങ്ങളെ അവർ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കും. പിന്നീട് ഒരിക്കലും അവരെ ഒരു മനുഷ്യനും വിശ്വസിക്കാത്ത സ്ഥിതി വരും. അതിനിട വരുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഫെബ്രുവരി മാസത്തോടുകൂടി, ഫെബ്രുവരി അവസാനത്തോടു കൂടിയിട്ട് പരമാവധി വീടുകൾ കൊടുക്കുമെന്നാണ്. തീർച്ചയായിട്ടും അതിന് സാധിക്കുമെന്നാണ് ഇവിടെ വന്നപ്പോൾ എനിക്കും തോന്നിയത്. അതിന് മികച്ച ഉദ്യോഗസ്ഥനെ തന്നെയാണ് ഇവിടെ അതിന് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ നിയമിച്ചിട്ടുള്ളത്. 200 വീടുകളുടെ വാർപ്പ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വർക്കുകളൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി കാര്യങ്ങളാണ് ചെയ്യുന്നത്. രാപ്പകൽ ഭേദമന്യേ തൊഴിലാളികൾ വലിയ രൂപത്തിലാണ് ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്.